ഹലോ ഫ്രണ്ട്സ്, ടെക്നിക് മലയാളത്തിലെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു ബജറ്റ് അല്ലെങ്കിൽ അഫോർഡബിൾ പ്രൈസ് സെഗ്മെന്റിലെ ഒരു നല്ല ടി വിയാണ്. അപ്പോൾ നിങ്ങൾ വീട്ടിൽ പുതിയൊരു ടി വി വാങ്ങാൻ പ്ലാൻ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അഫോർഡബിൾ പ്രൈസ് സെഗ്മെന്റിൽ ഒരു 15,000 രൂപയ്ക്ക് താഴെ നല്ലൊരു ക്വാളിറ്റി ടി വി വാങ്ങാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ഉള്ള ഒരു നല്ല ഓപ്ഷനാണ് നമ്മളിന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. ഇൻഫിനിക്സ് എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ ഏറ്റവും പുതിയ 40 ഇഞ്ച് ഫുൾ HD QLED ടി വിയാണ്. ഇതിൻ്റെ വില എന്ന് പറഞ്ഞാൽ വെറും 13,999 രൂപയാണ് ഇതിൻ്റെ വില വരുന്നത്. അപ്പോൾ ഇത് നല്ല ഒരു ഓഫറാണ്. കാരണം എന്താ വെച്ചാൽ ഫുൾ HD റെസൊല്യൂഷൻ ഡിസ്പ്ലേ ആണ്. അതിനൊപ്പം തന്നെ FHD കൂടാണ്ട് തന്നെ ഇതിനകത്ത് QLED പാനലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല ഒരു എക്സ്പീരിയൻസ് ആണ്. QLED എന്ന് പറഞ്ഞാൽ പ്രോബ്ലി LED-ൻ്റെയും നമുക്ക് LED-ൻ്റെ ജസ്റ്റ് മുകളിൽ നിൽക്കുന്ന ഒരു റെസൊല്യൂഷൻ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അപ്പോൾ ഈ പ്രൈസ് സെഗ്മെന്റിൽ ആദ്യമായിട്ടാണ് ഒരു ബജറ്റ് QLED ടി വി വരുന്നത്, അതും ഫുൾ HD. സാധാരണ HD ഡിസ്പ്ലേക്കാണ് വരാറ്. അപ്പോൾ ഇൻഫിനിക്സിൻ്റെ Y1V എന്ന് പറഞ്ഞ ഏറ്റവും പുതിയ ടി വിയാണ് നമ്മളിന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ ഈ ടി വിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്, ഇതിൻ്റെ നല്ല ആസ്പെക്ട്സ് എന്തൊക്കെയാണ്, ഇതിൻ്റെ പോരായ്മകൾ എന്തൊക്കെയാണ്, ഇത് വേർത്തിയാണോ പ്രൈസ് സെഗ്മെന്റ്, എല്ലാം തന്നെ നമുക്ക് വീഡിയോയിലൂടെ നോക്കാം. അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യാൻ മറക്കരുത്. അതേപോലെ തന്നെ ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ കൂടെ ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ആദ്യം ഇതിനെ ബോക്സിനകത്ത് എന്തൊക്കെ വരും നോക്കാം, എന്നിട്ട് ടി വിൻ്റെ ഇന്റർഫേസും ബാക്കിയുള്ള കാര്യങ്ങളും പരിചയപ്പെടാം. അപ്പോൾ ടി വിൻ്റെ ബോക്സിനകത്ത് വരുന്നത് ഡെസ്ക് മൗണ്ടുള്ള സ്റ്റാൻഡാണ്, റിമോട്ടിനുള്ള ബാറ്ററിയും കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ നമുക്ക് വാൾ മൗണ്ട് ചെയ്യാനുള്ള ഓപ്ഷനും അതിൻ്റെ സ്ക്രൂവും ബുഷും ഒക്കെ തന്നെ കൊടുത്തിട്ടുണ്ട്. ഇത് കൂടാണ്ട് തന്നെ നമുക്ക് മാനുവലും വരുന്നുണ്ട്. പിന്നെ ടി വി ബൂട്ടപ്പ് ചെയ്യുമ്പോൾ ഇതാണ് ഇതിൻ്റെ മെയിൻ എക്സ്പീരിയൻസ് വരുന്നത്. ഇതിൻ്റെ ഡിസൈൻ ലാംഗ്വേജ് നോക്കുകയാണെങ്കിൽ വളരെ മിനിമൽ ബെസൽസ് ആണ്. ഈ ഒരു പ്രൈസ് സെഗ്മെന്റ് ആണെങ്കിൽ പോലും വളരെ മിനിമൽ ബെസൽസ് ആണ്. താഴെ നമുക്ക് ഒരു സ്ട്രെയിറ്റ് പാനലാണ്, അതിനകത്ത് ഇൻഫിനിക്സ് എഴുതിയതും കാണാം. അപ്പോൾ ബോട്ടം ഫയറിംഗ് സ്പീക്കേഴ്സ് ആണ്, നല്ല ഒരു ഡിസ്പ്ലേ എക്സ്പീരിയൻസ്. അതിനൊപ്പം തന്നെ ഡിസൈൻ ലാംഗ്വേജും വളരെ നല്ല ഒരു ഇതാണ് ഓഫർ ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ഡിസ്പ്ലേൻ്റെ പാനൽ എന്ന് പറഞ്ഞാൽ 280 നിറ്റ്സ് ഓഫ് പീക്ക് ബ്രൈറ്റ്നസ് ആണ് വരുന്നത്. ഫുൾ HD റെസൊല്യൂഷൻ ആണ്. അതിനൊപ്പം തന്നെ നമുക്ക് 60 ഹെർട്സ് റിഫ്രഷ് റേറ്റ് ആണ്. അപ്പോൾ ബ്രൈറ്റ്നസ് ലെവൽസ് ഡെഫിനറ്റ്ലി നല്ലതെന്ന് പറഞ്ഞാൽ 280 നിറ്റ്സ് കുഴപ്പമില്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ്. പിന്നെ ഇതിനകത്ത് ഓൺ സൈറ്റ് വാറണ്ടിയും കൊടുത്തിട്ടുണ്ട്, മിറാക്ക സപ്പോർട്ടും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വാറണ്ടിൻ്റെ കാര്യത്തിലൊന്നും നമ്മൾ പേടിക്കേണ്ട കാര്യമില്ല, ഓൺ സൈറ്റ് വാറണ്ടി ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്ത് വരുന്ന പോർട്സ് ആൻഡ് കണക്ടിവിറ്റി എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഈ പോർട്സ് ആൻഡ് കണക്ടിവിറ്റിൻ്റെ കാര്യം പറയുമ്പോൾ നമുക്ക് 2 HDMI പോർട്ടാണ് വരുന്നത്, 2 USB പോർട്ട്, ഹെഡ്ഫോൺ ജാക്ക് ഉണ്ട്, RCA കണക്ടർ ഉണ്ട്, RJ45 ലാൻ കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, RF പോർട്ട് ഉണ്ട്, അതേപോലെ തന്നെ ഡിജിറ്റൽ ഔട്ട്പുട്ട് പോർട്ടുമാണ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാ പോർട്സും തന്നെ നമുക്ക് ഇതിനകത്ത് അവൈലബിൾ ആണ്, ഒന്നും തന്നെ മിസ്സിംഗ് ആയിട്ട് തോന്നുന്നില്ല. അപ്പോൾ നമ്മൾ ടി വി സെറ്റപ്പ് ചെയ്തിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ പ്രൈമറി ഇന്റർഫേസ്. ഇത് ലിനക്സ് ബേസ്ഡ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞത് കൂലിത OS എന്ന് പറഞ്ഞ ഒരു OS ആണ് കൊടുത്തിരിക്കുന്നത്. ഇത് ബേസിക്കലി ആൻഡ്രോയിഡ് ടി വിനേക്കാളും വലിയ മാറ്റങ്ങളൊന്നുമില്ല. മെയിൻ ടി വി നമുക്ക് ലൈവ് TV, മൂവീസ്, TV ഷോ, ആപ്സ്, അങ്ങനത്തെ ആപ്സ് ഒക്കെ തന്നെ പ്രീലോഡഡ് ആണ്. അതായത് യൂട്യൂബ് ഉണ്ട്, നമുക്ക് ജിയോ സ്റ്റാർ, പ്രൈം വീഡിയോ, അതേപോലെ MX പ്ലെയർ, വൂട്ട്, Z5, ഇങ്ങനത്തെ എല്ലാ ബേസിക് ആപ്സും, അതേ സോണി ലിവ് ഉണ്ട്. അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന എല്ലാ ആപ്സും തന്നെ ഇതിനകത്ത് പ്രീലോഡഡ് ആയിട്ട് നമുക്ക് കാണാം. അപ്പോൾ പ്രത്യേകിച്ച് ഇൻസ്റ്റാൾ ചെയ്യുന്നു വേണ്ട. ആപ്പ് സ്റ്റോർ ഉണ്ട്, ആപ്പ് സ്റ്റോറിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ നമുക്ക് ആവശ്യമുള്ള ആപ്സ് ഇൻസ്റ്റാൾ ചെയ്യാം. ഇതിൽ അഗെയിൻ ഇത് ആൻഡ്രോയിഡ് ബേസ്ഡ് അല്ല, ഇത് ലിനക്സ് ബേസ്ഡ് കൂലിത OS ആണ്. പക്ഷേ ഒരേ ഒരു ആപ്പ് മിസ്സിംഗ് ആണ്, അതാണ് നമുക്ക് നെറ്റ്ഫ്ലിക്സ് ആപ്പ്. നെറ്റ്ഫ്ലിക്സ് ആപ്പ് ഇതിനകത്ത് അവൈലബിൾ അല്ല. അപ്പോൾ നെറ്റ്ഫ്ലിക്സ് ഒരുപാട് കാണുന്നവരാണെങ്കിൽ ഈ ടി വി വർക്ക് ആവത്തില്ല നെറ്റ്ഫ്ലിക്സിൽ. ബാക്കി ഈ ഇന്റർഫേസ് ഒക്കെ വളരെ സ്മൂത്ത് ആണ്, നല്ല ഒരു UI എക്സ്പീരിയൻസ് ആണ് വരുന്നത്. നമുക്ക് ലൈവ് TVയിൽ നമുക്ക് ലൈവ് ചാനൽസ് ഒക്കെ കാണാൻ സാധിക്കും. ഇതുണ്ടല്ലേ, നമ്മുടെ ഇന്ത്യയിലുള്ള ലൈവ് ന്യൂസ് ചാനൽസ് ഒക്കെ തന്നെ ഇതിനകത്ത് സ്ട്രീം ചെയ്യാൻ പറ്റും. അപ്പോൾ സെറ്റപ്പ് പ്രോസസ് ഒക്കെ വളരെ സിമ്പിൾ ആണ്. അതേപോലെ തന്നെ ഇന്റർഫേസ് ആണെങ്കിൽ വളരെ റെസ്പോൺസീവ് ആണ്. പൊതുവെ ബഡ്ജറ്റ് TVയിലൊക്കെ എന്താ പ്രശ്നം വെച്ചാൽ ഇന്റർഫേസ് ലാഗ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ അങ്ങനത്തെ ഒരു പ്രശ്നമൊന്നും നമുക്ക് ഇവിടെ കണ്ടില്ല. അതേപോലെ ലാംഗ്വേജസ് ആയിട്ട് ഡിഫറെന്റ് ലാംഗ്വേജസ് ആയിട്ട് നമുക്ക് മൂവീസ് ഒക്കെ വാച്ച് ചെയ്യാം, കിഡ്സ് ഷോസ്, അങ്ങനത്തെ എല്ലാം തന്നെ നമുക്ക് ഇതിനകത്ത് വളരെ നല്ലൊരു ഇന്റർഫേസിൽ പാക്ക് ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ്. ഏക ഒരു പോരായ്മ എന്ന് പറഞ്ഞാൽ നെറ്റ്ഫ്ലിക്സ് ആപ്പ് സപ്പോർട്ടഡ് അല്ല എന്നുള്ളതാണ്. അത് നമുക്ക് വേണമെങ്കിൽ HDMI വഴി ഫയർ സ്റ്റിക്കോ അല്ലെങ്കിൽ Mi TV സ്റ്റിക്കോ ഒക്കെ വേണമെങ്കിൽ യൂസ് ചെയ്ത് നമുക്ക് ലോഡ് ചെയ്യുക എന്നുള്ളതാണ്. പക്ഷേ എന്നാൽ ആ ഒരു എക്സ്പീരിയൻസ് മാത്രമാണ് മിസ്സിങ്. ബാക്കി എല്ലാതും കൊണ്ടും തന്നെ നല്ലൊരു എക്സ്പീരിയൻസ് ആണ് കിട്ടുന്നത്. കാരണം നല്ലൊരു ഇന്റർഫേസ് ആണ്. നമുക്ക് എല്ലാ ആപ്സും തന്നെ എന്റർടൈൻമെന്റിലെ ഒരു വിധപ്പെട്ട ആപ്സ് എല്ലാം തന്നെ ഇതിനകത്ത് സപ്പോർട്ടഡ് ആണ്. ഇനി ഓഡിയോന്റെ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് ഇവിടെ കിട്ടുന്നത് ഡ്യുവൽ 8 വാട്ട് സ്പീക്കേഴ്സ് ആണ്, അത് 16 വാട്ട് സ്പീക്കേഴ്സ് ആണ്. ഡോൾബി ഓഡിയോ സപ്പോർട്ടും ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു എക്സ്പീരിയൻസ് നമുക്ക് പറയാം. പിന്നെ QLED പാനലാണ്ട് വളരെ നല്ല ഒരു എക്സ്പീരിയൻസും ആണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. ഇതാണ് നമുക്ക് കിട്ടുന്ന പ്രീലോഡഡ് ആപ്സ്. ഞാൻ നേരത്തെ പറഞ്ഞു, നെറ്റ്ഫ്ലിക്സ് ഒഴിച്ച് ബാക്കി എല്ലാ ആപ്സും തന്നെ നമുക്ക് അവൈലബിൾ ആണ്. എല്ലാം തന്നെ പ്രീലോഡ് ചെയ്തിട്ടുണ്ട്. വളരെ ഒരു മിനിമലിസ്റ്റിക് UI ആണ്, എന്നാൽ എല്ലാം തന്നെ നമുക്ക് ഒരു ഒറ്റ ഇന്റർഫേസ് തന്നെ കിട്ടും.
കിട്ടുന്നുള്ളതാണ്. നല്ലൊരു UI ആണ്, ഡെഫിനറ്റ്ലി പറയാം. ബഡ്ജറ്റ് ടി വിയിൽ അത്യാവശ്യം നല്ല ഒരു സ്മൂത്ത് എക്സ്പീരിയൻസ് ആണ് നമുക്കിവിടെ കിട്ടുന്നത്. അപ്പോൾ അതിലൊന്നും വലിയ പരാതികളൊന്നും തന്നെ എനിക്ക് പറയാനില്ല. ഇനി നമുക്ക് ഇതിൻ്റെ സെറ്റിംഗ്സിൽ അത്യാവശ്യം ബേസിക് കോൺഫിഗറേഷൻസ് ഒക്കെ ചെയ്യാൻ സാധിക്കും. നെറ്റ്വർക്ക് സെറ്റിംഗ്സ്, ഇമേജ് സെറ്റിംഗിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് പിക്ചർ ക്വാളിറ്റി ഏതാ വേണ്ടത്, ഡൈനാമിക് ബാക്ക് ലൈറ്റിംഗ്, ബ്രൈറ്റ്നസ്, ഇതെല്ലാം തന്നെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. വിവിഡ് മോഡ് ഉണ്ട്, പിക്ചർ മോഡ് ഉണ്ട്, അങ്ങനത്തെ ഓപ്ഷൻസ് എല്ലാം തന്നെ നമുക്ക് ഇവിടെ കോൺഫിഗറിങ് ചെയ്യാവുന്നതാണ്. നമുക്ക് ആവശ്യമുള്ള ബ്രൈറ്റ്നസ് ലെവൽസിലേക്ക് പോകും. അതേപോലെ തന്നെ സൗണ്ട് സെറ്റിംഗ്സിലാണെങ്കിലും സൗണ്ട് ഔട്ട്പുട്ട് എങ്ങനെ വേണം, മൂവി മോഡ് വേണോ, മ്യൂസിക് മോഡ് വേണോ, അതേപോലെ നമുക്ക് ബേസിക് ഇക്വലൈസർ ഓപ്ഷൻ ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ നമ്മുടേതായ ഒരു രീതിയിൽ കസ്റ്റമൈസ് ചെയ്യാം. മൂവി മോഡ്, മ്യൂസിക് മോഡ്, സിനിമ മോഡ്, ഇങ്ങനത്തെ ഓപ്ഷൻസ് നമുക്ക് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ജനറൽ സെറ്റിംഗ്സിനകത്ത് ബേസിക് ഓപ്ഷൻസ് എല്ലാം തന്നെ ചെയ്യാനുള്ള ഇതും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്റർഫേസ് വളരെ നല്ലതായിട്ട് എനിക്ക് തോന്നി. നല്ല ഒരു ക്വാളിറ്റി ഇന്റർഫേസ് ആണെന്ന് പറയണതിൽ ഒരു സംശയമില്ല. അപ്പോൾ ആ ഒരു കാര്യത്തിൽ ഞാൻ സാറ്റിസ്ഫൈഡ് ആണെന്ന് പറയും. കാരണം നല്ല റെസ്പോൺസീവ് UI ആണ്. അതിനൊപ്പം തന്നെ നമുക്കൊരു ക്വാഡ് കോർ പ്രോസസ്സറാണ് കിട്ടുന്നത്. ഇവിടെ നമുക്ക് ഒരു റിമോട്ട് കിട്ടണതിൽ അത്യാവശ്യം നല്ല ഒരു ഈസി ടു യൂസ് റിമോട്ടാണ്. ബട്ടൺസ് ഉണ്ട്, അതേപോലെ ഹോട്ട് കീസ് ഉണ്ട്, യൂട്യൂബ്, അങ്ങനത്തെ ഓപ്ഷൻസ് എല്ലാം തന്നെ കൊടുത്തിട്ടുണ്ട്. ബട്ടൺസ് ഒക്കെ നല്ല ടാക്ടൈൽ ഫീഡ്ബാക്ക്, അതേപോലെ നമുക്ക് വോളിയം കീസ്, ചാനൽ ഓപ്ഷൻസും, ബേസിക് എല്ലാ ഓപ്ഷൻസും തന്നെ കൊടുത്തിട്ടുണ്ട്. ഇൻഫിനിക്സിനുള്ള ബ്രാൻഡിങ് ആണ്. നല്ലൊരു കോമ്പാക്ട് റിമോട്ടാണെന്ന് പറയാം. ബേസിക് ഫംഗ്ഷനാലിറ്റി എല്ലാം തന്നെ റിമോട്ടിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഇതാണ് ഇൻഫിനിക്സിൻ്റെ ടിവിൻ്റെ റിമോട്ട്. ഇനി ഡിസ്പ്ലേ ക്വാളിറ്റി നോക്കുകയാണെങ്കിൽ ഫുൾ HD റെസൊല്യൂഷൻ, വളരെ നല്ല ഒരു പാനലാണ്. നല്ല ഡാർക്ക് കളേഴ്സ് ഒക്കെ നല്ല വിവിഡായിട്ട് വരുന്നുണ്ട്. അതിനൊപ്പം തന്നെ QLED TV ആയതുകൊണ്ട് തന്നെ ബഡ്ജറ്റിൽ QLED വരുമ്പോൾ തന്നെ നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. അത്യാവശ്യം നല്ല ബ്രൈറ്റ്നസ് ലെവൽസ് ഉണ്ട്, പിക്സൽസ് ഒക്കെ നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ കളേഴ്സും ആ റിച്ച്നെസ് നമുക്ക് കാണാൻ സാധിക്കും. ആ ഒരു കാര്യത്തിൽ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. നല്ല സാറ്റിസ്ഫാക്ടറി എക്സ്പീരിയൻസ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ 280 nits ഓഫ് പീക്ക് ബ്രൈറ്റ്നസ് ഉള്ളത് കൊണ്ട് തന്നെ നല്ല ഒരു പാനലും അതേപോലെ തന്നെ നല്ലൊരു വ്യൂയിങ് എക്സ്പീരിയൻസും ആണ് ഡിസ്പ്ലേ ഓഫർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ഇൻഫിനിക്സ് Y1V ടിവിൻ്റെ ഓവറോൾ എൻ്റെ ഒരു ഫീഡ്ബാക്ക്. അപ്പോൾ ഇതായിരുന്നു ഇൻഫിനിക്സ് Y1V എന്ന് പറഞ്ഞ ടിവിൻ്റെ ഒരു ഓവറോൾ എക്സ്പീരിയൻസ്. അപ്പോൾ 13,999 രൂപയ്ക്ക് നിങ്ങൾക്ക് കിട്ടാവുന്ന നല്ലൊരു ടിവിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഒരേ ഒരു മേജർ കോണേ ഉള്ളൂ, അതാണ് നെറ്റ്ഫ്ലിക്സ് ഇല്ല എന്നുള്ളത്. അത് നിങ്ങൾ നെറ്റ്ഫ്ലിക്സ് ഒരുപാട് കാണുന്നവരാണെങ്കിൽ ഒബ്വിയസ്ലി ഇത് ഞാൻ സജസ്റ്റ് ചെയ്യത്തില്ല. പക്ഷേ ബാക്കി എല്ലാം കൊണ്ടും തന്നെ നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. കാരണം നമുക്ക് എല്ലാ ബേസിക് ആപ്സും അവൈലബിൾ ആണ്. പിന്നെ നമുക്ക് നോർമൽ നമ്മുടെ ഡിഷ് TV ഒക്കെ കണക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതിലൊന്നും സംശയമില്ല. പിന്നെ ഇന്റർഫേസ് ആണെങ്കിൽ വളരെ സ്മൂത്ത് ആണ്. എല്ലാ പോർട്സും കണക്ടിവിറ്റി ഉണ്ട്. HDMI പോർട്ട്, USB 3.5mm ഓഡിയോ ജാക്ക്, അങ്ങനത്തെ എല്ലാം തന്നെ ഉണ്ട്. പിന്നെ ഡിസ്പ്ലേ ബ്രൈറ്റ്നസ്സും നല്ലതാണ്. ഡിസ്പ്ലേ പാനലും നല്ലതായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ ഒരു പ്രൈസ് സെഗ്മെന്റിൽ ഒരു 40 ഇഞ്ച് QLED പാനലിലെ ഇൻഫിനിക്സ് Y1V എന്ന് പറയുന്നത് നല്ലൊരു ഓപ്ഷനാണ്. ഈ ഒരു പോരായ്മ ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കി എല്ലാം കൊണ്ടും തന്നെ നല്ലൊരു ടിവിയാണ്. അപ്പോൾ ഈ TV ഫ്ലിപ്കാർട്ടിൽ നിങ്ങൾക്ക് വാങ്ങാൻ സാധിക്കും. ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇടാം. നല്ലൊരു ഓപ്ഷനായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഈ ടിവിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ഹോപ്പ് ടു സീ യു നെക്സ്റ്റ് വീഡിയോ. ഹാവ് എ ഗ്രേറ്റ് ഡേ.